വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്രേപ്പ് സോഡയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെൽക്കം ഡ്രിങ്കായിട്ട് നമുക്കിത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതാണ്. ഫസ്റ്റ് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെക്കുക. അതിലേക്ക് ഒരു 400 മുതൽ 500 ml വെള്ളം വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 300 ഗ്രാം ഗ്രേപ്സാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റോളം നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അണുക്കളൊക്കെ മാക്സിമം പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ ആ നിറമൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും. വെള്ളത്തിൻ്റെ നിറം നന്നായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേപ്സൊക്കെ നന്നായിട്ട് രണ്ടായിട്ട് വിണ്ട് കീറി വന്നിട്ടുണ്ട്, നന്നായിട്ട് വേവുന്നുണ്ട്. ഇത് നന്നായിട്ടൊരു വെള്ളത്തിനൊരു കളർ ചേഞ്ച് വന്ന് കാണുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര എറൗണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ആകാം. നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനൊരു നാരങ്ങയുടെ പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റോളം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കും. വെള്ളത്തിന് നല്ലൊരു കളർ ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് അനുവദിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മിശ്രിതം തണുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിശ്രിതം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ട് വരണം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ ഗ്രേപ്സൊക്കെ നന്നായിട്ട് അരഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ മിശ്രിതം നമ്മൾ ഇതിന് ഒരു അരപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അരിച്ചെടുത്ത നമ്മൾ ആ മിശ്രിതം ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ നമുക്ക് 1 മന്തോളം നന്നായിട്ട് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ സോഡ ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് സോഡയ്ക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം നമ്മൾ ആ ഐസ് ക്യൂബ്സ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ആ ഗ്രേപ്സിൻ്റെ ആ മിശ്രിതം ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ സോഡ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് മിൻറ്റ് ലീഫ് ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേപ്പ് സോഡ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു വെൽക്കം ഡ്രിങ്കായിട്ട് നമുക്ക് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.